വിവരക്കേട് പറയുന്നവരെ പ്രായം നോക്കാതെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആഞ്ഞടിച്ചിരിക്കുകയാണ് കൊല്ലം ജില്ലാ സമ്മേളന പ്രതിനിധികൾ. CPM ഇത് എങ്ങോട്ടാണ് പോകുന്നത്, പാർട്ടി നേതൃത്വം ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദ്യമുന്നയിച്ച് രംഗത്തെത്തിയതാകട്ടെ കൊട്ടാരക്കര, പുനലൂർ, കൊല്ലം ഈസ്റ്റ്, കുണ്ടറ, അഞ്ചാലുമൂട് ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രതിനിധികളായിരുന്നു. എല്ലാ നേതാക്കളെയും അവർ വിമർശിച്ചു. ഒന്നാമത് വിമർശിച്ചത് മുഖ്യമന്ത്രിയുടെ വകുപ്പിനെ തന്നെയാണ്. ആഭ്യന്തര വകുപ്പ് അമ്പേ പരാജയമാണ്. ആഭ്യന്തര വകുപ്പ് എന്താണ് ചെയ്യുന്നത്? പോലീസ് സ്റ്റേഷനുകളിൽ നിയന്ത്രണമില്ലാതെയായി, പോലീസ് സ്റ്റേഷനുകളിൽ തോന്നുന്നത് പോലെയായി. കിളികൊല്ലൂർ സംഭവം എല്ലാവർക്കും അറിയാമല്ലോ. സൈനികനെയും സൈനികൻ്റെ സഹോദരനെയും പോലീസ് മർദ്ദിച്ച സംഭവം ഏറെ വിവാദമായിരുന്നു. അത് ഉയർത്തിക്കാട്ടിയാണ് വിമർശനം ഉന്നയിച്ചത്. എല്ലാ പോലീസ് സ്റ്റേഷനുകളും ഇത് തന്നെയാണ്. ഒരു അഡ്വക്കേറ്റിനോട് SI കയർത്തതും പിന്നെ കോടതി പോയി മാപ്പ് പറയേണ്ടി വന്ന സാഹചര്യവുമുണ്ട്. അങ്ങനെ ആഭ്യന്തര വകുപ്പിന് പോലീസിലുള്ള പിടി നഷ്ടപ്പെട്ടു. അവർക്ക് യാതൊരു ഇതുമില്ലാതെ ഒരു ബലവുമില്ലാതായിരിക്കുന്നു. അതുപോലെ തന്നെ CPM നടത്തുന്ന ചില ഇടപെടലുകൾ, CPMൻ്റെ നേതാക്കൾ നടത്തുന്ന ഇടപെടലുകൾ അത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി. ഇനി ഒരു നേതാവ് മുഖാമുഖം കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് പത്രം ചേർത്തോ, ഫണ്ട് പിരിച്ചോ എന്നീ വക കാര്യങ്ങൾ മാത്രമാണ്. മസിലും പിടിച്ച് കഷത്ത് കല്ല് കയറ്റി നടക്കുന്ന ഇത്തരം നേതാക്കൾ പാർട്ടിയിൽ നിന്നും അണികളെ അകറ്റിക്കളഞ്ഞു എന്നുവരെ വിമർശനമുണ്ടായി. നീയും നിന്റെ കുടുംബവും എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് സന്മനസ്സോടുകൂടി ചോദിക്കുന്ന ഒരു നേതാവുമില്ല. എല്ലാവരും MV ഗോവിന്ദനാണ് എന്ന ധാർഷ്ട്യമാണ്. അല്ലെങ്കിൽ എല്ലാവരും പിണറായി വിജയനാണ്, നേതൃത്വത്തിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും പിണറായി വിജയന്മാരാണ് എന്ന തോന്നലാണ് പലർക്കുമെന്ന വിമർശനവും പ്രതിനിധികൾ ഉന്നയിച്ചു. പിന്നെ മറ്റൊന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്ത് വിവരക്കേടാണ് കാണിച്ചു കൂട്ടിയത് എന്ന് പ്രതിനിധികൾ ഉച്ചത്തിൽ തന്നെ ചോദിച്ചു. അപ്പോൾ S. സുദേവൻ ജില്ലാ സെക്രട്ടറി പറഞ്ഞ മറുപടി എന്തെന്ന് വെച്ചാൽ, പൊതു വോട്ടുകൾ, അതായത് പാർട്ടി വോട്ടല്ലാതെ പൊതു വോട്ടുകൾ കൂടി സമാഹരിക്കാൻ മുകേഷിന് കഴിയും എന്ന വിശ്വാസത്തിലാണ് അദ്ദേഹത്തെ നിർത്തിയത്. പക്ഷേ അത് പരാജയപ്പെട്ടു പോയി. സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യത്തിൽ പ്രതിനിധികൾ പറയുന്നത് ശരിവെച്ച് S. സുദേവൻ ആ വിഷയത്തിൽ നിന്ന് പതിയെ തലയൂരി. റിപ്പോർട്ട് എത്ര പേജ് എഴുതി വേണമെങ്കിലും വയ്ക്കാം, പക്ഷേ ഈ പാർട്ടിയിലെ വിഭാഗീയത പരിഹരിക്കുന്നതിൽ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു. തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രനെ മേയറാക്കിയത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി, പാർട്ടി അപമാനിക്കപ്പെട്ടു. അടുത്ത തവണ അവിടെ BJP കോർപ്പറേഷൻ പിടിക്കാതിരുന്നാൽ ഭാഗ്യം എന്ന തലത്തിലാണ് പ്രതിനിധികൾ പറഞ്ഞത്. അതുപോലെ A. റഹീമിനെ MP ആക്കി വിട്ടു. ഇതിൽ പരം അപജയം വേണ്ടി സംഭവിക്കാനില്ലെന്നാണ്. അത് KPCCയുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ നോക്കിയാൽ കാണാം. അവരെടുത്തു വെച്ച് ട്രോളുകയാണ്. ഇത് രണ്ടുപേരും പോഴകളാണ്, ഞങ്ങൾ നേരത്തെ പറഞ്ഞു, അന്തംഗമ്യങ്ങൾക്ക് ഇപ്പോഴാണോ ഇത് തോന്നിയതെന്നൊക്കെയാണ് അവർ വിമർശിക്കുന്നത്. പ്രതിനിധികൾ ഈ കാര്യം ചൂണ്ടിക്കാട്ടി എന്ന് പറയുന്നത് നേതൃത്വത്തിനെതിരെയുള്ള കനത്ത വെല്ലുവിളി തന്നെയാണ്. മരുമകനെ മന്ത്രിയാക്കിയത്, മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കിയതിനെതിരെയും പ്രതിനിധികൾ ആക്ഷേപം ഉന്നയിച്ചു. മരുമകനെ മന്ത്രിയാക്കുന്നതിന് വേണ്ടി മാത്രമാണ് പഴയ ആളുകളെ, പരിചയസമ്പന്നരായ ആളുകളെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയത്. KK ശൈലജയെ പോലുള്ള ആളുകളെ ആ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി. എന്നിട്ട് ഒരു ന്യായവും പറഞ്ഞു. പിന്നെ മരുമകനെ പിടിച്ച് മന്ത്രിയാക്കി പുതുമുഖങ്ങളെ വെച്ചു. അത് മന്ത്രിസഭയ്ക്ക് തന്നെ, മന്ത്രിസഭയുടെ പ്രതിച്ഛായ കെട്ടുപോകുന്നതിന് കാരണമായി എന്ന് വിമർശനം വന്നു. അതുപോലെ ഇനി കൈതൊഴുത്ത് പറഞ്ഞു ഒരു പ്രതിനിധി, ഇനി ആ നേതാക്കളാരും ആത്മകഥ എഴുതരുതേ എന്ന്. EP ജയരാജൻ്റെ ആത്മകഥാ വിവാദം ഉയർത്തിപ്പിടിച്ചാണ് അവർ ഇത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞത്, വിവരക്കേട് പറയുന്നവരെ പ്രായം നോക്കാതെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. വിവരക്കേടിനി ആര് പറഞ്ഞാലും അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പ്രതിനിധികൾ പറയാൻ കാരണം തന്നെ ഈ ആത്മകഥാ വിവാദമാണ്. മീശമാധവൻ സിനിമയിലെ വെടിവഴിപാട് പോലെ ഒന്നാം വെടി പാർലമെന്റ് ഇലക്ഷന്, രണ്ടാം വെടി ഉപതെരഞ്ഞെടുപ്പിന്, ആ തരത്തിലാണ് EP ജയരാജൻ പെരുമാറുന്നതെന്ന് ആരോപണവും ഉയർന്നു വന്നു. ശരിക്കു പറഞ്ഞാൽ കൊല്ലം ജില്ലാ സമ്മേളനം, കൊല്ലം ജില്ലയാണ് 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്നത്. അപ്പോൾ അതേ വേദിയിൽ ആ ജില്ലാ കമ്മിറ്റി പറയുന്നത്, ജില്ലാ കമ്മിറ്റിയിലെ പ്രതിനിധികൾ പറയുന്നത്, ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധികൾ പറയുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അത് ചർച്ചയാക്കപ്പെടും, സംസ്ഥാന സമ്മേളനത്തിലും ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി ഈ പ്രതിനിധികളെ വെട്ടിനിരത്തിയാകുമോ ഇന്ന് പുതിയ ജില്ലാ കമ്മിറ്റി വരുന്നത് എന്ന കാര്യം മാത്രമാണ് നോക്കേണ്ടത്. അപ്പോൾ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നു, MV ഗോവിന്ദൻ മാസ്റ്റർ വിമർശിക്കുന്നു, അതുപോലെ തന്നെ സ്ഥാനാർത്ഥിത്വത്തെ വിമർശിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും ശക്തമായ വിമർശനമാണ് പാർട്ടി കേഡറുകളിൽ നിന്നുണ്ടാകുന്നത്. അത് ശുഭസൂചനയായി വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ പാർട്ടിയെ ഇവരെയൊക്കെ തള്ളി, ഈ വിമത സ്വരമുയർത്തിയ, വിഭാഗീയ സ്വരമുയർത്തിയ ആളുകളെയൊക്കെ വെട്ടിത്തള്ളി പുതിയ കമ്മിറ്റിയൊക്കെ ആലോചിക്കുകയാണെങ്കിൽ വീണ്ടും പാർട്ടിക്കുള്ളിൽ പ്രക്ഷുബ്ധമായ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്ന കാര്യത്തിലും തർക്കമില്ല.